തുർക്കിയിൽ നടന്ന ഗോൾഡൻ സ്റ്റാർ ഇന്റർനാഷണൽ മത്സരത്തിൽ 3 അവാർഡുകൾ നേടിയ ഒരു മലയാളി പെൺകുട്ടിയുണ്ട്, ശിവാനി കൃഷ്ണലാൽ. അത്ഭുതകരമാണ്. മലയാളത്തിൽ നിന്ന് ഒരാൾക്കും കിട്ടാത്ത അത്രയ്ക്ക് വലിയ ഒരു അംഗീകാരമാണ്. ശിവാനി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശിവാനി, ആദ്യം തന്നെ അതിൻ്റെ ആ ഒരു സന്തോഷം അത് എത്രത്തോളം? നല്ല സന്തോഷമുണ്ട്. കുറേ കഷ്ടപ്പെട്ടിരുന്നു, പക്ഷേ ഇവൻച്വലി അത് ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. ഒരു പ്രൈസുകളൊക്കെ കിട്ടി, ഇപ്പോൾ ഒരു സന്തോഷമായി. ഏതൊക്കെ സമ്മാനങ്ങളാണ് കിട്ടിയെന്ന് പറഞ്ഞു, അത് എല്ലാവരും അറിയട്ടെ. ബെസ്റ്റ് മോഡൽ കിട്ടി, ബെസ്റ്റ് മോഡൽ ഏഷ്യ, ബെസ്റ്റ് സിംഗർ കിട്ടിയിരുന്നു, പിന്നെ ബെസ്റ്റ് ഇൻ മൈ കാറ്റഗറി കിട്ടി. എന്തായിരുന്നു ആ കോമ്പറ്റീഷൻ, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു, എങ്ങനെയായിരുന്നു? അതാണെങ്കിൽ ബേസിക്കലി മോഡലിങ്ങും ഉണ്ടായിരുന്നു, സിംഗിങ്ങും ഉണ്ടായിരുന്നു, ഡാൻസിങ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ സിംഗിങ്ങിന് ഓവറോൾ വിന്നറായിട്ടാണ് എനിക്ക് കിട്ടിയത്. ഗോൾഡൻ സ്റ്റാർ ഇന്റർനാഷണൽ അത് പാട്ടിലാണ് അത് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവാർഡ് ലഭിച്ചത്. ആ പാട്ടൊന്ന് പാടാം. Never enough, never, never, never enough, never, never, never enough for me, for me, for me. എങ്ങനെയാണ് നീ അതിലേക്ക് സെലക്റ്റഡ് ആവുന്നത്? അതിനുള്ളൊരു പ്രാക്ടീസൊക്കെ എങ്ങനെയായിരുന്നു? എനിക്കാണെങ്കിൽ പാടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറേ കോമ്പറ്റീഷനിൽ ഇങ്ങനെ പങ്കെടുത്തിട്ട് ഒരു കോച്ച് അലിപാസ് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു, ഡബ്ല്യു കോപ്പേൻ്റെ. അവരാണെങ്കിൽ എന്നെ നോട്ടീസ് ആയിട്ട് എൻ്റെ അച്ഛൻ്റെ നമ്പർ എടുത്ത് ചോദിച്ചിട്ട് നമുക്ക് ആക്ച്വലി US ഒരു ട്രിപ്പിന് ഒരു കോമ്പറ്റീഷന് പോകാൻ കിട്ടി. പക്ഷെ നമ്മൾ പോയില്ലായിരുന്നു. പക്ഷേ നമ്മൾ പോകാൻ ഫൈനലി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഈ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, അതിൽ പങ്കെടുക്കണോ. അപ്പോൾ നമ്മൾ ഓക്കെ നമുക്ക് അത് അങ്ങനെയൊക്കെ ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നീടുള്ളൊരു പ്രിപ്പറേഷൻ, പാട്ട് സെലക്ഷനൊക്കെ എങ്ങനെയായിരുന്നു? പാട്ടിൻ്റെ സെലക്ഷൻ ഞാൻ ഇങ്ങനെ കുറേ പാട്ട് ഞാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ ക്ലാസ്സസിന് പോയി ഡയറക്ടറിൻ്റെ കൂടെ. എന്നിട്ട് നമ്മളിങ്ങനെ പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് ഇവൻച്വലി ഒരു 3 പാട്ടിലോട്ട്. അവിടെ മോഡലിംഗ് ഉണ്ടായിരുന്നു, അതൊന്നും പ്രൈസ് കിട്ടി? മോഡലിംഗ് പ്രൈസ് കിട്ടിയിരുന്നു. ഇതാണ്, പാട്ടുണ്ട്, മോഡലിംഗ് ഉണ്ട്, പിന്നെ ബാസ്കറ്റ് ബോൾ, കുറേ കലാപരിപാടികളുണ്ട് അല്ലേ? എന്തൊക്കെ ഉണ്ട് ശരിക്കും? പാട്ട് പാടും, പിന്നെ ഡാൻസ് കളിക്കും, മോഡൽ ചെയ്യും, ബാസ്കറ്റ് ബോൾ കളിക്കും, ത്രോ ബോൾ കളിക്കും, ഗിറ്റാർ വയ്ക്കും, പിയാനോ വയ്ക്കും, ഡ്രംസ് വയ്ക്കും. ഇതെല്ലാം അതിന് കിട്ടിയതാണോ? അതെ, ഇതാണെങ്കിൽ ബാസ്കറ്റ് ബോൾ, ഫുട്ബോളിൻ്റെ, പാട്ടിൻ്റെ ഒക്കെ ഉള്ള ട്രോഫിയാണ്. ബാസ്കറ്റ് ബോൾ സ്കൂൾ ടീം മെമ്പറാ? ബാസ്കറ്റ് ബോൾ ടീമുണ്ട്, ഹാൻഡ് ബോൾ ടീമുണ്ട്, ത്രോ ബോൾ ടീമുണ്ട്. 22 രാജ്യങ്ങൾ പങ്കെടുത്തു, 64 കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു അല്ലേ? അവരുടെ ഒക്കെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മത്സരിക്കുമ്പോൾ ഒരു ഫീല്, ഒരു ഇന്റർനാഷണൽ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ഒരു ഫീൽ, അതെങ്ങനെയായിരുന്നു? മൊത്തം ഒരു ആംബിയൻസ് എങ്ങനെയായിരുന്നു? കുറേ ആളുകളെ ഞാൻ പുതിയതായിട്ട് മീറ്റ് ചെയ്തു, ഞാൻ കുറേ ഫ്രണ്ട്സ് ഉണ്ടാക്കിയിരുന്നു. പിന്നെ സ്റ്റേജിൽ പോകുമ്പോൾ ഒരു ഫിയർ ഉണ്ടായിരുന്നു, ഫസ്റ്റ് കുറച്ച് നെർവസ്നെസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ട് കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയി നോർമൽ കൂളായി വന്നു. ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്താണ് പങ്കെടുത്തത് അല്ലേ? ഗോൾഡൻ സ്റ്റാർ കിഡ്സ് ഇന്റർനാഷണൽ ഇന്ത്യ എന്നുള്ളതാണ്. ഞാൻ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്താണ് ഞാൻ പോയത്. ശിവാനി പഠിക്കുന്നത് ദുബായിലാണല്ലേ? ഫാമിലി, പഠനം, ഫ്രണ്ട്സ്, സ്കൂളും ഒക്കെ? ഞാൻ അൽദിയാഫ ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്, ദുബായ്. അച്ഛൻ കൃഷ്ണലാൽ, അമ്മ ദിവ്യ കൃഷ്ണൻ, പിന്നെ 2 ബ്രദേഴ്സ്. അതെ. അച്ഛൻ്റെ ആൽബത്തിൽ പാട്ട് പാടിയിട്ടുണ്ട്. 5 ആൽബം അച്ഛൻ നിർമ്മിച്ചു, പ്രൊഡ്യൂസ് ചെയ്തു, അതിൽ പാടിയിട്ടുണ്ടല്ലേ? ഞാൻ 5 പാട്ടിൽ ഞാൻ പാടിയിട്ടുണ്ട്. അച്ഛൻ ഡയറക്റ്റ് ചെയ്ത് ഞാൻ പാടി. ആ പാട്ട് ഏതെങ്കിലും ഒന്ന് പാടാൻ പറ്റുമോ? I wake up with the sunrise, light in my eyes, dreams wrapped in the whisper of a morning sky. I'm a girl in a world that's spinning so fast. I've got a rhythm, a beat that will last. ഇപ്പം നമ്മൾ കേട്ടത് നിൻ്റെ ഒരു സെൽഫിനെ കുറിച്ച് നീയും അച്ഛനും കൂടെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളൊരു പാട്ടാണ്. ഇതുപോലെ തന്നെയാണ് വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ആ ഒരു ഫീൽ, അവിടുത്തെ ഉള്ള ജനങ്ങളുടെ സങ്കടം എല്ലാം കൂടെ പങ്കുവെച്ചുകൊണ്ടൊരു പാട്ട് കൂടെ ഉണ്ടായിരുന്നല്ലേ? നമ്മളാണെങ്കിൽ വയനാടിൻ്റെ ഇൻസിഡൻറ്റ് കേട്ടപ്പോൾ നമ്മളാണെങ്കിൽ ഭയങ്കര വിഷമം തോന്നിയിരുന്നു. നല്ലൊരു സ്ഥലം, നമ്മളൊരു പ്രാവശ്യം പോയിരുന്നു അവിടെ. അപ്പോൾ കേട്ടപ്പോൾ നമുക്കൊരു പാട്ട് അതിനെ കുറിച്ചൊന്ന് ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചു. Where the hills embrace the skies, a peaceful paradise, where dreams will never die. But the rains came down, heavy with their might, as the landslide came, took so many lives.
കുറേ സ്റ്റേജുകളിൽ നമ്മൾ ദുബായിൽ പാടിയിട്ടുണ്ടല്ലേ, കുറേ പെർഫോമൻസ് ഉണ്ടായിരുന്നു അല്ലേ? കുറേ അതെന്തൊക്കെയാണ്? പെർഫോമൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. സഹാറ ആട്രിയമിലുണ്ടായിരുന്നു, ബുർജുമാനിൽ കുറച്ച് പെർഫോം ചെയ്തിരുന്നു. മലയാളം പാട്ടൊന്നും പാടിയിട്ടില്ല? മലയാളം പാട്ട് ഞാൻ ഇങ്ങനെ അറ്റംപ്റ്റ് ചെയ്തിരുന്നു, പക്ഷേ ഞാൻ ഇംഗ്ലീഷ് പാട്ടിനെ കുറച്ചും കൂടെ ഒരു കംഫർട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈ പ്രസ്റ്റീജിയസ് അവാർഡ്സ് 3 കിട്ടിയ അതിനുശേഷം സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ സ്കൂളിൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെ ഒക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയുണ്ട് അത് കിട്ടിയതിന് ശേഷം? കിട്ടുന്ന മുമ്പ് എന്തോ ഒരു വോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനാണെങ്കിൽ നമ്മൾ കുറേ ലിങ്ക് ഒക്കെ അയച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ടീച്ചേഴ്സും എല്ലാം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. സ്കൂളിൽ ചെന്നപ്പോൾ കോമ്പറ്റീഷൻ കഴിഞ്ഞ് ചെന്നപ്പോൾ ലൈക്ക് എല്ലാവരും കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയായിരുന്നു. നേരത്തെ പറഞ്ഞു ഗിറ്റാർ അതേപോലെ തന്നെ കീബോർഡ് എല്ലാം ചെയ്യുന്നുണ്ട്. നമുക്കിനി അതും കൂടി ഒന്ന് കാണണ്ടേ? ഈ പാട്ടിൻ്റെ ഒപ്പം തന്നെയുള്ള നിൻ്റെ മറ്റ് എൻ്റർടൈൻമെൻറ്റുകൾ എന്തൊക്കെയാണ്? അതേപോലെ തന്നെ ഇപ്പോൾ പാട്ടുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ, പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ മെലോഡിക്ക എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോയിൽ ഞാൻ പാട്ട് പഠിക്കുന്നുണ്ട്. അവിടെയാണ് ഞാൻ ഫസ്റ്റ് തുടങ്ങിയത്. ഞാനൊരു 7 വയസ്സെന്തോ ആയിരുന്നപ്പോഴാണ് ഞാൻ തുടങ്ങിയത്. അലീന ഗോമസ് എന്ന് പറഞ്ഞൊരു ടീച്ചർ എനിക്കുണ്ടായിരുന്നു. അവരിപ്പോൾ ലീവ് ചെയ്ത് പോയിരുന്നു. ഇപ്പോൾ വേറെ ടീച്ചറാണ്, യൂലിയ എന്ന് പറഞ്ഞൊരു ടീച്ചറാണ്. ഡേൽസ് അക്കാഡമി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നല്ലപോലെ എന്നെ പഠിപ്പിക്കും അവിടെ. ഞാൻ ഗിറ്റാറും പഠിച്ചത്, പിയാനോയും പഠിച്ചത്, ഡ്രംസൊക്കെ പഠിച്ചത് അവിടെയാണ്. It's easy to say, but it's never the same. I guess I kinda like the way you numb all the pain, but now the day bleeds. ഗോൾഡൻ സ്റ്റാർ കിഡ്സ് ഇൻ്റർനാഷണൽ അവാർഡാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. ഇനിയും കുറേ പുരസ്കാരങ്ങൾ ഇതുപോലെ കിട്ടട്ടെ. ഏറ്റവും മനോഹരമായിട്ടുള്ള ശബ്ദത്തിൽ കുറേ പാട്ടുകൾ ഞങ്ങൾക്കും കേൾക്കാൻ കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. 13 വയസ്സുകാരിയാണ്, ഇനിയും കുറേ യാത്ര ചെയ്യാനുണ്ട്. ഓൾ ദ ബെസ്റ്റ്.